അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലത്തേക്ക് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള ആൾക്കാരൊക്കെ കാണുന്ന സൈഡിൽ നിന്ന് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ KL20G 56 ചുവന്ന ഹങ്ക് ബൈക്കിലാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്ന. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10:20 ചീറിപ്പാഞ്ഞ് നമ്മൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിഞ്ചുവിന് സ്പീഡ് പേടിയായതുകൊണ്ടാണ് നമ്മൾ 10:20 പോകണം, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഈ കാണുന്ന വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചിഞ്ചു മാത്രമാണ് വെള്ളക്കെട്ടിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ചിഞ്ചു അവിടെ കിടന്ന് കുളിക്കാൻ വേണ്ടി പോകണം, നീന്താൻ വേണ്ടി പോകണം, അറുമാദിക്കാൻ വേണ്ടി പോകണം. വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറഞ്ഞപ്പോൾ ഈ പൊയ്യ സാറ് എൻ്റെ അമ്മ, ഇതിനകത്തുള്ള ചീങ്കണ്ണിയ സാറ് എൻ്റെ. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചിഞ്ചു വെള്ളത്തിൽ കിടന്ന് കുളിക്കുമ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് ചൂണ്ടയിടും. അതാണ് പരിപാടി, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ടിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ ഈ കാണുമല്ലോ, ഇതാ പിടിച്ചു, ഇപ്പം പിടിക്കും, ഇന്നലെ പിടിക്കാൻ പോകുന്നു, കുറച്ച് കഴിഞ്ഞ് പിടിക്കുന്ന രീതിയിൽ കാത്തിരുന്ന് പുഴ മെലിഞ്ഞതുപോലെ ആ കാണുന്ന മേഘങ്ങളെല്ലാം കടന്നുപോയി വൈകുന്നവരായി, മനസ്സിലായി? എൻ്റെ മീൻപിടി കണ്ട് ചിഞ്ചുൻ്റെ കൊച്ചിൻ്റെ മോൻ അവിടെ ഇരുന്ന് ഉറങ്ങി, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. ഈ കാണുന്ന കുറേ കുഞ്ഞു മീൻ കണ്ട, ഇത് നമ്മൾ തീറ്റോട്ട് വളർത്തിയിട്ട് വേണം നമുക്ക് അടുത്ത് പിടിച്ചെടുക്കാം, മനസ്സിലായി? അത് പരലിൻ്റെ മീനാണ്. അപ്പോൾ നമ്മൾ റീൽ അനങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. നമുക്ക് കിട്ടി. ഈ കാണുന്ന പോലെ ഒരു കരിങ്കുറ്റി നാടൻ സിലോപ്പി, ഒറിജിനൽ നാടൻ സിലോപ്പിയാണ്. നല്ല സൈസാണ്, ഏകദേശം 300 ഗ്രാമൊക്കെ തൂക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നാടൻ സിലോപ്പിക്ക് ഈ കാണുന്ന സൈസിൽ വരുന്നത് നല്ലൊരു സൈസാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയാൽ നമ്മളതിനെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോണ്. കഴുകി വൃത്തിയാക്കി ഫ്രൈ ആക്കാൻ വേണ്ടി പോണ്. ഞാനാണ് ഈ കാണുന്ന കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. 2 സിലോപ്പിലും കഴുകി വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോൾ പെരുമഴ, ശക്തമായ കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, പെരുമഴ, കൊടുക്കാറ്റ്, പേമരിയെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകുന്ന ശക്തമായ കാറ്റിലടുത്തുന്ന കരിമ്പിൻ തണ്ടുകൾ ആടി ഒലഞ്ഞ ചെമ്പകത്തിനടുത്തിരുന്നിട്ടാണ് നമ്മൾ സിലോപ്പിയെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. അതിഭയാനകവും ഭീകരവുമായിട്ടുള്ള മഴയത്താണ് നമ്മൾ ഈ കാണുന്ന സിലോപ്പിയെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. 2 മീനുകളെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വരഞ്ഞെടുത്തിട്ട് മസാലയൊക്കെ തേക്കാൻ വേണ്ടി പോകണം. മസാലയൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. സാധാരണ എന്തൊക്കെ മസാലയാണ് ഉപയോഗിക്കുന്നത് ആ മസാലയെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? നല്ല രസമല്ലേ ചെമ്പകം കാണാൻ? അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നത്. അതാകുമ്പോൾ എണ്ണ വളരെ കുറച്ച് മതി, മനസ്സിലായി? നമ്മൾ സാധാരണ കല്ലിലെ ചട്ടിയിലൊക്കെ ഇട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും. നമ്മൾ ഈ കാണുന്ന കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും മറ്റതും മറിച്ചൊക്കെ നല്ല ചതച്ചും ഇടിച്ചൊക്കെ ഇട്ടിട്ടാണ് ഈ കാണുന്ന ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ തീയിൽ നല്ലപോലെ മൊരിഞ്ഞ് വരണം, മനസ്സിലായില്ല? എന്നാൽ മാത്രമേ കഴിക്കാനായിട്ട് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ കാണുന്ന ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി പോകണം. ഉള്ളി വഴറ്റിയ ആ ഒരു ടേസ്റ്റും മണമൊക്കെ അതിലോട്ട് ഉണ്ടാവും. നമ്മൾ മീനിനെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളെ കാണിച്ചുള്ളൂ, ചൂണ്ടിടാൻ പോയ സ്ഥിതിക്ക് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. എന്താണെന്നറിയില്ല, മീൻ ചാടി ചോറി കയറിയിട്ട് എന്തൊക്കെയോ സംഭവിച്ചു. ടാറ്റാ.